നമസ്കാരം. ഭാരതത്തിൻ്റെ ശാസ്ത്ര ഗവേഷണ ചരിത്രത്തിൽ സുവർണ ലിപികളാൽ രേഖപ്പെടുത്തേണ്ട മറ്റൊരു നേട്ടം കൂടി കൈവരിച്ചിരിക്കുകയാണ് അഹമ്മദാബാദിലെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയിലെ പ്രൊഫസറായ കുൽജീത് കൗർ മർഹാസ്. ഗ്രഹവിജ്ഞാനീയത്തിലും ഉൽക്കാ പഠനത്തിലും ലോകത്തെ ഏറ്റവും ഉന്നതമായ അംഗീകാരങ്ങളിലൊന്നായ മെറ്റിയോറിറ്റിക്കൽ സൊസൈറ്റി ഫെല്ലോ പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ വനിത എന്ന ബഹുമതിയാണ് അവർ സ്വന്തമാക്കിയത്. സൗരയൂഥത്തിൻ്റെ ഉത്ഭവം, ഉൽക്കകളുടെ ഘടന തുടങ്ങിയ വിഷയങ്ങളിൽ അവർ നടത്തിയ സമാനതകളില്ലാത്ത ഗവേഷണങ്ങൾക്കുള്ള അംഗീകാരമായിട്ടാണ് 2026 ഈ ഫെലോഷിപ്പ് അവരെ തേടിയെത്തിയത്. ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞരിൽ നിന്ന് ഏറ്റവും മികച്ച സംഭാവനകൾ മാത്രം നൽകുന്ന ചുരുക്കം ചിലർക്ക് മാത്രമാണ് ഈ സൊസൈറ്റി ഇത്തരമൊരു ബഹുമതി നൽകി വരുന്നത്. 1933 സ്ഥാപിതമായ മെറ്റിയോറിറ്റിക്കൽ സൊസൈറ്റിയുടെ 93 വർഷത്തിൻ്റെ ചരിത്രത്തിൽ ഈ നേട്ടം കൈവരിക്കുന്ന മൂന്നാമത്തെ മാത്രം ഇന്ത്യൻ ശാസ്ത്രജ്ഞയാണ് കുൽജീത് കൗർ. ഇതിനു മുൻപ് പ്രശസ്തരായ ദേവേന്ദ്രലാൽ, JN ഗോസ്വാമി എന്നിവർക്ക് മാത്രമാണ് ഇന്ത്യയിൽ നിന്ന് ഈ അംഗീകാരം ലഭിച്ചിട്ടുള്ളത്. ആഗോള ബഹിരാകാശ ഗവേഷണ ഭൂപടത്തിൽ ഭാരതത്തിൻ്റെ പ്രാധാന്യം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഒരു വനിതാ ശാസ്ത്രജ്ഞയ്ക്ക് ലഭിക്കുന്ന ഈ പുരസ്കാരം വരും തലമുറയിലെ ലക്ഷക്കണക്കിന് പെൺകുട്ടികൾക്ക് ശാസ്ത്ര പഠന മേഖലയിലേക്ക് കടന്നു വരാൻ ഒരു വലിയ പ്രചോദനമാകും. ഇന്ത്യയുടെ കോസ്മോ കെമിസ്ട്രി ഗവേഷണങ്ങളിൽ പുതിയൊരു ദിശാബോധം നൽകുവാൻ പ്രൊഫസർ മർഹാസിൻ്റെ പ്രവർത്തനങ്ങൾക്കായിട്ടുണ്ട്. സൗരയൂഥത്തിൻ്റെ ആദിമ ദശയെക്കുറിച്ചുള്ള പഠനങ്ങളിലാണ് പ്രൊഫസർ മർഹാസ് പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഉൽക്കകളിൽ കാണപ്പെടുന്ന അതിപുരാതനമായ ധാതുക്കൾ, നക്ഷത്ര രൂപീകരണത്തിന് മുൻപുള്ള പൊടിപടലങ്ങൾ, കാൽസ്യം അലുമിനിയം സമ്പന്നമായ ഉൾപ്പെടുത്തലുകൾ എന്നിവയെക്കുറിച്ചുള്ള അവരുടെ പഠനങ്ങൾ ലോകശ്രദ്ധ പിടിച്ചുപറ്റിയാണ്. സെക്കൻഡറി അയോൺ മാസ് സ്പെക്ട്രോമെട്രി, നാനോ സിംസ് തുടങ്ങിയ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് അന്യഗ്രഹ വസ്തുക്കളുടെ സൂക്ഷ്മമായ ഐസോട്ടോപ്പിക് വ്യത്യാസങ്ങൾ അവർ നിരീക്ഷിച്ചു. സൗരയൂഥം എങ്ങനെ രൂപപ്പെട്ടുവെന്നും കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് എന്ത് മാറ്റങ്ങൾ സംഭവിച്ചു എന്നും മനസ്സിലാക്കുവാൻ ഈ ഗവേഷണങ്ങൾ ശാസ്ത്രലോകത്തെ സഹായിച്ചു. നാസയുടെ സ്റ്റാർ ഡസ്റ്റ് മിഷൻ, ജപ്പാൻ്റെ ഹൈബൂസ ദൗത്യം, ചന്ദ്രനിൽ ഇറങ്ങിയ അപ്പോളോ പ്രോഗ്രാം തുടങ്ങിയ പ്രശസ്തമായ അന്താരാഷ്ട്ര ദൗത്യങ്ങൾ ഭൂമിയിലെത്തിച്ച അന്യഗ്രഹ സാമ്പിളുകളെക്കുറിച്ചുള്ള പഠനങ്ങളിലും അവർ പങ്കാളിയായിട്ടുണ്ട്. ഈ അംഗീകാരത്തിന് പുറമെ അമേരിക്കൻ ജിയോഫിസിക്കൽ യൂണിയൻ്റെ ഫെല്ലോ കൂടിയാണ് ഇവർ. പ്ലാനറ്ററി സയൻസിലെ മികച്ച സംഭാവനകൾക്ക് ദേവേന്ദ്രലാൽ മെമ്മോറിയൽ മെഡലും ഇവർ മുൻപ് കരസ്ഥമാക്കിയിട്ടുണ്ട്. അന്യഗ്രഹ വസ്തുക്കളെക്കുറിച്ചുള്ള പഠനം ഭൂതകാലത്തെ അറിയാൻ മാത്രമല്ല ഭാവിയിലെ ബഹിരാകാശ പര്യവേക്ഷണങ്ങൾക്കും അത്യന്താപേക്ഷിതമാണെന്ന് ഈ നേട്ടത്തോടുള്ള പ്രതികരണമായി പ്രൊഫസർ മർഹാസ് പറഞ്ഞു. ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയിലെ മികച്ച ഗവേഷണ സാഹചര്യങ്ങളും ഇന്ത്യയിലെ വർദ്ധിച്ചു വരുന്ന ശാസ്ത്ര സാങ്കേതിക കരുത്തുമാണ് ഇത്തരം നേട്ടങ്ങളിലേക്ക് നയിക്കുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു. വെബ് ഡെസ്ക് തത്വമൈ TV.